വരുമ്പല്ലോ ഒരുമിച്ച് വരുമെന്ന് പറയില്ലേ, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. മണിക്കുട്ടൻ്റെ കുഞ്ഞാറ്റൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഒരേ ദിവസമാണ്. മണിക്കുട്ടന് 2 മണിക്ക്, കുഞ്ഞാറ്റയ്ക്ക് 2:45 കേട്ടോ പാരൻസ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പോയത് നമ്മുടെ റെയിൽവേ കോളനി പാലക്കാട് KVയിലോട്ടാണ് കേട്ടോ. അപ്പം അതേ മണിക്കുട്ടൻ ഇവിടെയാണ് പഠിക്കുന്നത്. ഇതൊക്കെ മണിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പം നേരെ ഇതേ ടീച്ചറുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച്, പിന്നെ മാർക്കൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് ടീച്ചറിൻ്റെ വായിലിരിക്കുന്നതൊക്കെ കുറച്ച് കേട്ടു. എന്താ ടീച്ചർ ഹിന്ദി ആയതുകൊണ്ട് പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ കഞ്ചിക്കോട് KVയിലോട്ടാട്ടോ, കുഞ്ഞാറ്റൻ്റെ സ്കൂളിലോട്ട്. അവിടെ ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല, ഇവർ UKG സെക്ഷൻ ആയതുകൊണ്ട്. പക്ഷേ എന്നാലും ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനുണ്ടായിരുന്നു ടീച്ചേഴ്സിന്. അതും കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേ നമ്മുടെ പാലക്കാട് കോട്ടമൈതാനം ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടേ. എന്തായാലും നാളെ എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുമണീൻ്റെ ഡാൻസ് ആയതുകൊണ്ട് പോകാനും പറ്റിയില്ല കേട്ടോ. പിന്നെ നേരെ നമ്മുടെ കോട്ടമൈതാനത്തിൻ്റെ അവിടെ കണ്ട് ആ ഒരു ലൈനിൽ നല്ല മൺചട്ടികൾ വിൽക്കുന്നുണ്ട്. എനിക്കിതേ ഈ ഒരു മീൻ ചട്ടി വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ, മീൻ കറിയൊക്കെ വെക്കാനായിട്ട്. അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. പക്ഷെ എല്ലാ ഐറ്റം അവിടെ ഉണ്ട് കേട്ടോ, ഒരു ഏട്ടനാണ്. അപ്പോൾ എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് വേണ്ട ഓരോരോ ഡിസൈൻസിലും കളറിലും ബ്ലാക്കും അതുപോലെ ഈ മൺ കളറിലൊക്കെ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും ഞാൻ മൺചട്ടിയിലാണ് ഈ മീൻ കറിയൊക്കെ വെക്കാറുള്ളത്. അതൊരെണ്ണം മേടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇതേ ഇന്ത്യൻ ഫ്ലാഗും പിന്നെ കുറച്ച് സാധനങ്ങളും കുഞ്ഞാറ്റയ്ക്ക് ഡാൻസിനൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോട്ടമൈതാനത്തിൻ്റെ ആ പരിസരത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു 2 ചേട്ടന്മാരും കൂടെ കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഓട്ടോയിൽ ഫ്ലാഗ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലേ, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇന്ത്യക്കാരൻ്റെ വികാരമാണല്ലേ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതേ നേരെ ഞാൻ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ട് ഞാൻ ആകെ തണുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു.